കാലവർഷിതം പോലെ നല്ല ആപന്മാരെ കാലവീരയുടെ മുൻപെന്ന് എത്തിപ്പേരുന്ന സെലൂസിയ സെസിഫോറിലെ കാതോലിക്കോസിന്റെ KCYL-ന്റെയും KCW-യുടെയും ആഭിമുഖ്യത്തില് മാർച്ച് 1 മുതൽ 7 വരെ അങ്ങ് മലബാർഘട്ട് ഹൈറേഞ്ചിന്റെ മേഖലയിൽ കൂടെ കടന്നു വന്ന മലങ്കരയുടെ പുനരൈക്യത്തിന്റെ നാട്ടിൽ മലങ്കരയുടെ മണ്ണിൽ കാലുകുത്തിയിരിക്കുകയാണ് നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള ഈ പ്രയാണയാത്ര. ഇവിടെ ഞങ്ങൾക്ക് അവസരമൊരുക്കുന്ന മൂലക്കാട്ട് പിതാവിനെ അപ്രേന്തിരുവേനെയും മറ്റു ഭാരവാഹികളെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യാണ്. KCC-യുടെ ഭാരവാഹികൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ സെക്രട്ടറി ബിനോയ് ഇടയാളി ചെറുകിട ഇടവാംഗമാണ്. നമുക്കെല്ലാം അറിയാം, മാധ്യമങ്ങൾ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ബിനോയ് ഇടയാളിയെ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റുമായ തോമസ് അറിയതിനെ ഈ ഇടവ സമൂഹത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ അതിരൂപത KCYL-ന്റെ പ്രസിഡന്റ് ലിബിൻ പാറയിലും അതുപോലെ മറ്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവയുള്ള വ്യക്തിത്വങ്ങൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ദേവാലയത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അപ്രേന്തിരുമേനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. നമ്മളിൽ ഒരുവനാണ്, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പിതാവ് മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ പ്രയാണ യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. നേരത്തെ തന്നെ ഇവിടെ വന്നുകൊണ്ട് ഈ സ്വീകരണത്തെ ഈ നഗരത്തിലേക്ക് ആനയിച്ച് സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മള് കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നടത്തപ്പെടുന്നത് മറ്റ് ആശംസകളൊന്നുമില്ല. ബിനോയും അരയത്തും അതുപോലെ തന്നെ ലിബിനും എല്ലാവർക്കും മറ്റു വ്യക്തിത്വങ്ങൾക്കും ആശംസകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും സമയത്തിന്റെ ചുരുക്കം മൂലം അവരുടെ എല്ലാവരുടെയും ആശംസകൾ പ്രത്യേകമായിട്ട് നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ പൂവിന് നമ്മുടെ ഛായാചിത്രത്തിന് നമ്മള് പുഷ്പാർച്ചന നടത്തപ്പെടുകയാണ്. ഓന്തറയിൽ നിന്നും KCYL-ന്റെ പ്രതിനിധികള് ഇവിടെ വന്ന് മുൻപോട്ട് ഇവിടെ നിന്ന് പൂശേഖരിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തുന്ന KCYL-ന്റെ പ്രതിനിധികള്, കൈക്കാരന്മാര്, KCWA സൺഡേ സ്കൂളിന്റെ HM വിൻസെന്റ് പോള് ഇത്രയും പേര് മുൻപോട്ട് കടന്നു വന്നുകൊണ്ട് പുഷ്പാർച്ചന നടത്തപ്പെടുന്ന കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പേര് വിളിച്ചവര് എത്രയും പെട്ടെന്ന് പുഷ്പാർച്ചന നടത്തുകയാണ്. അടുത്തത് കുറ്റൂർ ഇടവകയിൽ നിന്നും റെഡിയായിട്ട് നിൽക്കുക കൈക്കാരന്മാര്, KCYL-ന്റെ പ്രതിനിധി, KCW സൺഡേ സ്കൂൾ HM വിൻസെന്റ് പോള്, റിലീജിയൻ ഓഫ് മേരി, KCC മിഷൻ ലീഗ്, റവറൻഡ് സിസ്റ്റർ സുപ്പീരിയർ ജനറൽ, നമ്മുടെ സാഹുശായൻ കപ്പ്യാർ എന്നിവര് മുൻപോട്ട് കടന്നു വന്നുകൊണ്ട് പുഷ്പാർച്ചന നടത്തപ്പെടുന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. ഈ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ അനുഗ്രഹമാക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന അപ്രേം തിരുമേനിയെ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്ത് ആശംസ അറിയിക്കുവാനായിട്ടുള്ള പ്രത്യേകം സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യപ്പെടുകയാണ്. മറ്റ് വൈദികരെ, KCC, KCYL, KCWA ഭാരവാഹികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വിവിധ ഇടവകളിൽ നിന്നും ഇവിടെ ആഗതരായിരിക്കുന്ന വടക്ക് കാസർഗോഡ് മുതൽ ജ്ഞാനായ കേന്ദ്രങ്ങളിലും ദേവാലയങ്ങളിലും ഈ യാത്ര, ജൈത്രയാത്ര തുടർന്നുകൊണ്ട് പോരുകയാണ്. തീർച്ചയായിട്ടും നാളെ അതിൻ്റെ സമാപനം നമ്മുടെ കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ നടത്തുമ്പോൾ അവിടെ നമ്മുടെ ജ്ഞാനായ കുടിയേറ്റത്തിൻ്റെ പിതാക്കന്മാരായ നായി തോമായുടെയും മാർ യൂസേപ്പ് മെത്രാന്റെയും ശില്പങ്ങൾ അനാച്ഛാദനം ചെയ്യുകയാണ്.
തീർച്ചയായിട്ടും ഈ വലിയ ഈ സന്ദേശ യാത്രയിൽ ഞാനായ കുടിയേറ്റ പ്രേക്ഷിത സന്ദേശ യാത്രയിൽ ഞാനായ മക്കൾക്കെല്ലാം ആവേശം പകരുന്ന അനുഭവമായിരുന്നു ഇത് എന്നാണ് എല്ലാ ഭാരവാഹികളും എന്നോട് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമുദായത്തിന് വളരെ ഐക്യവും അതുപോലെ തന്നെ കൂട്ടായ്മയും പ്രദാനം ചെയ്യുന്ന ഒരു സംരംഭമാണിത്. ഇപ്പോൾ കല്ലിശ്ശേരിയിലേക്ക് പോകുന്ന യാത്രാമധ്യേയാണ് നമ്മൾ ഇവിടെ ഈ വലിയ ഒരു സ്വാഗതം നമ്മുടെ ഈ യാത്രയ്ക്ക് നൽകുന്നത്. ഞാൻ ഇതിൻ്റെ ഭാരവാഹികളെല്ലാം അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കുടിയേറ്റത്തിൻ്റെ ആ വലിയ ഓർമ്മ പുതുക്കുന്നത് കൂടിയാണിത്. മാർച്ച് 7-ാം തീയതി നമ്മുടെ സമുദായം കേരള സഭയിലേക്ക് കടന്ന് വന്നു. കേരള സഭയുടെ ശൂച്യാവസ്ഥയിൽ ആ സഭയെ കൂടുതൽ ഉത്തേജിപ്പിക്കുവാനും ശക്തി പകരുവാനുമായിട്ടാണ് ഈ കുടിയേറ്റം കേരളത്തിൽ 345 നടന്നത്. അന്നത്തെ രാജാവായ ശരമാൻ പെരുമാൾ രാജകീയമായി നമ്മെ സ്വീകരിച്ചു. നമുക്ക് വലിയ പദവികൾ ചെമ്പോലയൊക്കെ നൽകിക്കൊണ്ട്, ചെപ്പേട് നൽകിക്കൊണ്ട്, നമുക്ക് സ്ഥലവും അതുപോലെ തന്നെ 72 പദവികളും എല്ലാം നൽകിക്കൊണ്ട് നമ്മളെ കൂടുതൽ ശക്തീകരിച്ചുകൊണ്ട് ഈ സഭയും അതുപോലെ തന്നെ ഇവിടുത്തെ രാജാവും സമുദായവും എല്ലാം നമുക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി. തീർച്ചയായിട്ടും നമ്മൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ നമ്മൾ ഒരു ആർക്കും മാറ്റിവെക്കുവാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അകറ്റി നിർത്തുവാൻ പാടില്ലാത്ത ഒരു സമുദായമായിട്ട് മാറി. തീർച്ചയായിട്ടും നമ്മുടെ ഈ സമുദായം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും നമുക്ക് ഇപ്പോൾ തമ്പുരാന്റെ മുമ്പിൽ ഓർമ്മിക്കുകയും ഇനി വരുന്ന കാലങ്ങളിലൊക്കെയും സഭയ്ക്ക് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും പൊതുസമൂഹത്തിന് വേണ്ടിയും നമ്മളെ കൂടുതൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉയർത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ കുടിയേറ്റ പിതാക്കന്മാർ നമുക്ക് കാട്ടിത്തന്ന വഴികളിലൂടെ മാർഗങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാ വിജയാശംസകളും ഈ യാത്രയ്ക്ക് ഞാൻ നേരുകയാണ്. ഇവിടെ ഈ അവസരത്തിൽ നമ്മുടെ എല്ലാവരുടെയും നാമത്തിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഈ സമ്മേളനത്തിന് നന്ദി പറയുവാനായിട്ട് KCCയുടെ സെക്രട്ടറി ബിനോയ് ഇടയാടിനെ നമ്മൾ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ പ്രതിജ്ഞ ചൊല്ലുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് പ്രതിജ്ഞ ചൊല്ലുകയാണ്. ഞായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഞായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഞായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ജയിക്കാനായ നടപടിക്കാണ് മുന്നോട്ട് വരണം. ഒരു താക്കോല് കാറിന്റെ ഒരു കീ കിട്ടിയിട്ടുണ്ട്. ആരെയും വന്നാൽ വാങ്ങാവുന്നതാണ്.
ബിനോയ് എടിയാടിയിൽ നമ്മൾക്ക് നന്ദി പറയുന്നതാണ്. അഭിനന്ദിയ കൊച്ചുപിതാവ് പിതാവെ, ബഹുമാനായ KCCയുടെ വൈസ് പ്രസിഡന്റ് തോമസ് അരയത്ത്, KCയുടെ പ്രസിഡന്റ് ലിബിൻ പാറയെ, ബഹുമാനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, 2015 നമ്മുടെ ഗോത്രപിതാവായ ഗ്നായിത്തോമായുടെ ഒരു പ്രതിമ കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ച അന്ന് മുതൽ തന്നെ പ്രണയക്കാരായ നമ്മുടെയൊക്കെ ആഗ്രഹമായിരുന്നു നമ്മുടെ ഗോത്രപിതാക്കന്മാരുടെ പ്രതിമ നമ്മുടെ അരമനമുറ്റത്ത് സ്ഥാപിക്കുക എന്നുള്ളത്. തീർച്ചയായും അഭിയുടെ കൊലക്കാട് പിതാവും അഭിയുടെ അപ്പൻ പിതാവും ഒക്കെ അതിനുവേണ്ടി അനുവാദം നൽകുകയും ഈ വരുന്ന മാർച്ച് 7-ാം തീയതി നാളെ നമ്മുടെ ഗോത്രപിതാക്കന്മാരുടെ പ്രതിമ നമ്മുടെ അരമനമുറ്റത്ത് സ്ഥാപിക്കുന്ന അനാച്ഛാദനം ചെയ്യുന്ന മഹനീയ ചടങ്ങാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കുമാരോട് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുന്നോടിയായിട്ട് കേരളത്തിൽ അങ്ങോളം മലബാർ തുടങ്ങി കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെ തന്നെ സഞ്ചരിച്ച് എല്ലാ ഭവനങ്ങളിലൂടെ സഞ്ചരിച്ച് ഇവിടെ മലങ്കരയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കാണാക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തമ്മിലുള്ള ഐക്യവും കൂട്ടായ്മയും സഹകരണവും ഒക്കെയാണ്. ഈ ഐക്യം, ഈ ഇടയെടുപ്പും വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഈ സന്ദേശ യാത്ര ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ യോസേഫ് പെട്രാന്റെ പ്രതിമയെ കുറിച്ച് ആലോചിച്ചപ്പോൾ അതിനുവേണ്ടി ഒത്തിരി അധ്വാനം ചെയ്ത അപ്പനപിതാവിനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പനപിതാവ് ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയിൽ ഞാനും അംഗമായിരുന്നു, അതേപോലെ തന്നെ ആനിമൂട്ടലച്ഛനും അംഗമായിരുന്നു. ഞങ്ങള് നിരവധി ദിവസങ്ങൾ അപ്പനപിതാവ് വരച്ച് ആർട്ടിസ്റ്റിനെ കൂടെ വരപ്പിച്ച് നിരവധി ദിവസങ്ങൾ അതിന് വേണ്ട മോഡിഫിക്കേഷൻ ഒക്കെ നടത്തി എത്രത്തോളം അധ്വാനം ചെയ്തിട്ടാണ് ഈ നമ്മുടെ യോസേഫ് പെട്രാന്റെ പ്രതിമ ഇന്നൊരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അഭിവൃദ്ധി കൊച്ചുപിതാവിനെ KCCയുടെ പ്രത്യേക നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കാരണം ഇന്ന് ഈ മലങ്കരയിൽ എത്തണം, ഈ ഒരു പ്രതിമയുടെ ചാലാരിത്വം ഈ മലങ്കരയിൽ എത്തണം എന്നുള്ളത് കൊച്ചുപിതാവിന്റെ ഒരു വാശി പോലെ തന്നെ പറഞ്ഞു. ഇത് ഏതായാലും മലങ്കരയിൽ എത്താതെ നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിതാവിന്റെ സ്നേഹപൂർണ്ണമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ ഈ ജാഥ 2 ടീമായിട്ട് തിരിഞ്ഞ് ഇന്നിവിടെ എത്തിച്ചേർന്നത്. ഏതായാലും ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ആവേശകരമായ ഈ സ്വീകരണം ഞങ്ങൾ ഏറ്റുവാങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ്. എന്തൊക്കെ പ്രതികൂല സാഹചര്യം ഉണ്ടായാലും ചിലരുടെ കേസുകളുടെയൊക്കെ പേര് പറഞ്ഞ് കലായ സമുദായത്തിലും അസ്തമിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ചില കുപ്രചരണങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കാൻ അഭിന്റെ മൂലക്കാട്ടുപിതാവിന് സപ്പോർട്ട് ചെയ്യാനെന്നും അപ്രപിതാവ് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു